ഹായ് എവ്രി വൺ, ഈ ഡ്രോപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 0+ ലേണിങ്ങിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ കുറിച്ചാണ്. 26 അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഈ 26 അക്ഷരങ്ങളിൽ വവൽസ് ഏതൊക്കെയെന്നും കോൺസണൻസ് ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എ, ആൻ എന്നീ വാക്കുകളുടെ ഉപയോഗമാണ്. എല്ലാവരും ക്ലാസ്സുകൾ ക്രമത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. എ, ആൻ എന്ന് വെച്ചാൽ ഒരു എന്നർത്ഥം. ചില വസ്തുക്കളുടെയൊക്കെ പേരുകൾക്ക് മുമ്പ് അഥവാ സിംഗുലർ പേരുകൾക്ക് സിംഗുലർ നൗൺ എന്ന് വെച്ചാൽ ഒരെണ്ണം എന്ന് അർത്ഥം വരുന്ന ഒരു കുട്ടി, ഒരു ബസ്, ഒരു കാറ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എ, ആൻ എന്ന് ചേർക്കും. ഒരു എന്നർത്ഥം വരുന്ന എ, ആൻ എന്ന വേർഡ്സിൻ്റെ ഉപയോഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സിംഗുലർ നൗൺ അഥവാ ഒരു പേര്. നൗൺ എന്ന് വെച്ചാൽ പേരാണ്. സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ആളുകളുടെയോ ഒക്കെ പേരുകൾക്ക് നമ്മൾ നൗൺ എന്നാണ് പറയുന്നത്. സാധനങ്ങളുടെ കൂടെ ഒരു എണ്ണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ, ആൻ എന്നൊക്കെ ചേർക്കുന്നത്. ഇത് കോൺസണന്റ് കൊണ്ട് തുടങ്ങുന്ന നൗണുകൾക്ക് മുമ്പ് ചേർക്കുന്നത് എ എന്നാണ്. എന്നാൽ വവൽസ് കൊണ്ട് തുടങ്ങുന്ന നൗൺസിന് മുമ്പ് ആൻ എന്നും ചേർക്കുന്നു. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. എ ബനാന, എ കാർ, ആൻ ആപ്പിൾ എന്നീ വേർഡ്സ് നോക്കൂ. ഈ വേർഡ്സിൽ ഒരു ബനാന, ഒരു കാർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എ എന്നാണ് ചേർത്തത്. കാരണം ബനാന എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണ്. ബി ഒരു കോൺസണന്റ് ആണ്. അതുപോലെ കാർ എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ സി ആണ്. കാർ എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററും കോൺസണന്റ് ആണ്. അപ്പോൾ ഈ കോൺസണന്റ് കൊണ്ട് തുടങ്ങുന്ന വേർഡുകൾക്ക് മുമ്പ് നമ്മൾ ചേർത്തത് എ എന്നാണ്. എ ബനാന. അതുപോലെ ആപ്പിൾ നോക്കൂ. ആപ്പിൾ, ആപ്പിൾ എന്ന വേർഡിന് മുമ്പ് ആൻ ആപ്പിൾ എന്നാണ് ചേർത്തത്. ആൻ ആപ്പിൾ. ആപ്പിൾ എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്, അത് വവ്വലാണ്. അപ്പോൾ നമ്മൾ ചേർത്തത് ആൻ ആണ്. എല്ലാവർക്കും വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. കാറ്റ്. കാറ്റ് എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി, കോൺസണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് എ കാറ്റ്. അതുപോലെ ഡോഗ് എന്ന് എഴുതിയാലോ? ഡോഗ്. ഒരു ഡോഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ഡോഗിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഡി ആണ്. ഡി ഒരു കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എ ഡോഗ് എന്ന് പറയുന്നു. എ ഡോഗ്. അതുപോലെ അടുത്ത വേർഡ് നോക്കാം. എഗ്. എഗ്. എഗ് എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. ഇ ഒരു കോൺസണൻ്റ് ആണോ വവ്വലാണോ? യെസ്, ഇ ഒരു വവ്വലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. ആൻ എഗ്. ചുരുക്കി പറഞ്ഞാൽ കോൺസണൻ്റ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിൻ്റെ മുമ്പ് ഒരു എന്ന് പറയാൻ നമ്മൾ എ എന്ന് ചേർക്കുന്നു. വവൽ കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുമ്പ് ആൻ എന്നും ചേർക്കുന്നു. ഐസ്ക്രീം എന്നാണെങ്കിലോ? ഐസ്ക്രീം. ഐസ്ക്രീമിൻ്റെ ഐസ് എന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? വവ്വലാണ്. ഐ ആണ്. എ, ഇ, ഐ, ഒ, യു എന്നീ വവൽസിലെ ഐ ആണ് ഐസ്ക്രീമിൽ ഫസ്റ്റ് ലെറ്റർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? എ ചേർക്കണോ ആൻ ചേർക്കണോ? ആൻ ചേർക്കണം. ഈ വേർഡ്സൊക്കെ വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കോൺസണൻ്റ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ് വായിക്കുമ്പോൾ എ ബനാന, എ കാറ്റ്, എ ഡോഗ് എന്നൊക്കെ പറയാൻ നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. എ കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ടാണ് ബനാന പറയുന്നത്. എ വേറെ, ബനാന വേറെ. രണ്ടും രണ്ട് വേർഡായിട്ടാണ് പറയുന്നത്. അതുപോലെയല്ല ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഐസ്ക്രീം എന്നൊക്കെ പറയാൻ നമ്മൾ ഒരൊറ്റ വേർഡായിട്ടാണ് പറയേണ്ടത്. ആൻ വേറെയും ആപ്പിൾ വേറെയും ആൻ വേറെയും എഗ്ഗ് വേറെയും ഒന്നും പറയരുത്. ആൻ എഗ്, ആൻ ആപ്പിൾ, ആൻ ഐസ്ക്രീം. ഇനി കുറച്ചുകൂടി വേർഡ്സ് നോക്കാം. ബാഗ്, പാരറ്റ്, അംബ്രല, ഓറഞ്ച്, ടേബിൾ. ഈ വേർഡ്സിൽ എന്തൊക്കെ ചേർക്കാം? ബാഗ് എന്ന് എഴുതിയാൽ
ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ലെറ്റർ കോൺസണൻ്റ് ആണ്, അതുകൊണ്ട് എ ബാഗ്. പാരറ്റ് പി ആണ്, പി കോൺസണൻ്റ് ആണ്, അതുകൊണ്ട് എ പാരറ്റ്. അംബ്രല്ല ഫസ്റ്റ് ലെറ്റർ യു ഒരു വവ്വലാണ്, അതുകൊണ്ട് ആൻ അംബ്രല്ല. ഓറഞ്ച് ഫസ്റ്റ് ലെറ്റർ ഓ ആണ്, ആൻ ഓറഞ്ച്. ടേബിൾ ഫസ്റ്റ് ലെറ്റർ ടി കോൺസണൻ്റ് ആണ്, അതുകൊണ്ട് എ ടേബിൾ. എ ടേബിൾ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. വവൽസ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പ് ആൻ എന്നും കോൺസണന്റ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പ് എ എന്ന് ചേർക്കുന്നു. എ, ആൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ. Yeah.